അവയവ കച്ചവടത്തിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയ മുഖ്യപ്രതി നജീബിനെതിരെ പോലീസ് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുന്നു. നിലവിലുള്ള അവയവദാന നിയമത്തിന്റെ മറവിലായിരുന്നു ഇയാൾ ഈ നിയമവിരുദ്ധമായ ഇടപാടുകൾ നടത്തിയിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവയവം ആവശ്യമുള്ളവരിൽ നിന്ന് വൻതുക കൈപ്പറ്റുകയും അതിൽ നിന്ന് വലിയൊരു തുക കമ്മീഷനായി എടുക്കുകയും ചെയ്തതിലൂടെയാണ് ഇയാൾ അനധികൃതമായി പണം സമ്പാദിച്ചത്. ഈ പണം ഉപയോഗിച്ച് ഇയാൾ ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ആരംഭിച്ചു. കോടികളുടെ ഇടപാടുകൾ ഈ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ അനുമാനം. നിലവിൽ 2 അക്കൗണ്ടുകളിലെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരുടെ പേരിൽ ബിനാമി അക്കൗണ്ടുകൾ ഉണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. ഇതിന്റെ ഭാഗമായി ട്രാൻസാക്ഷൻ വിവരങ്ങൾ തേടിക്കൊണ്ട് ബാങ്കുകൾക്ക് പോലീസ് കത്ത് നൽകി. അവയവ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന പണം എവിടെയൊക്കെയോ നിക്ഷേപിച്ചു എന്നതിനെക്കുറിച്ചും മറ്റ് ബിനാമി ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിലൂടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അവയവം ആവശ്യമായവരിൽ നിന്ന് അഡ്വാൻസ് തുക വാങ്ങുകയും ചിലർക്ക് ഈ പണം തിരിച്ചു നൽകാതെയും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. കൂടാതെ അവയവ കച്ചവടത്തിനായി വ്യാജരേഖകൾ ചമയ്ക്കാനും ഇയാൾ നേതൃത്വം നൽകി. മുഖ്യപ്രതിയായ നജീബിനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇയാളെ വ്യാജരേഖകൾ തയ്യാറാക്കാൻ സഹായിച്ച സനോജ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു.